ലോക പോലീസ് ചമഞ്ഞിരുന്ന അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ കിട്ടിയ ചരിത്രപരമായ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ലോക മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് പുതിയൊരു സൈനിക സഖ്യമുണ്ടാക്കിയപ്പോൾ അത് നോക്കി നിൽക്കാനല്ലാതെ വാഷിംഗ്ടണിന് മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ ആധിപത്യം അവസാനിക്കുന്നു എന്ന യാഥാർത്ഥ്യം വേദനയോടെ മനസ്സിലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ ഗത്യന്തരമില്ലാതെ സ്വന്തം നാണം മറയ്ക്കാൻ ഈ സഖ്യത്തെ സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 7-ാം തീയതിയാണ് മക്ക ഉടമ്പടി എന്ന പേരിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ, പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവർ സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. നാറ്റോ സഖ്യത്തിന് സമാനമായി ഈ 3 രാജ്യങ്ങളിൽ ആർക്കെങ്കിലും നേരെ ആക്രമണം ഉണ്ടായാൽ അത് 3 പേർക്കുമെതിരെയുള്ള യുദ്ധ പ്രഖ്യാപനമായി കണക്കാക്കുമെന്നതാണ് ഈ കരാറിന്റെ കാതൽ. പ്രതിരോധ സാങ്കേതിക വിദ്യയും സൈനിക വ്യവസായവും സംയുക്ത സൈനിക പരിശീലനവും ഒക്കെ ഇവർ പങ്കുവയ്ക്കും. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ പുതിയൊരു ഇസ്ലാമിക നാറ്റോ രൂപപ്പെട്ടിരിക്കും. പക്ഷെ ഇതിലെവിടെയാണ് അമേരിക്ക? എവിടെയുമില്ല. പതിറ്റാണ്ടുകളായി ഗൾഫ് രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് സൗദിയുടെ സുരക്ഷാ ചുമതല അമേരിക്കയുടെ കൈകളിലായിരുന്നു. അതിന് പകരമായി അമേരിക്കൻ ഡോളറിൽ എണ്ണ വ്യാപാരം നടത്തുകയും അമേരിക്കൻ ആയുധങ്ങൾ അവർ വാങ്ങിക്കൂട്ടുകയുമായിരുന്നു പതിവ്. എന്നാൽ ഈ പുതിയ കരാറിലൂടെ സൗദി അമേരിക്കയ്ക്ക് നൽകിയ സന്ദേശം വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ സുരക്ഷ നോക്കാൻ ഞങ്ങൾക്ക് സഖ്യങ്ങളുണ്ട്. ഇനി അമേരിക്കൻ സൈന്യത്തിന്റെ ഔദാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. അമേരിക്കയെ സംബന്ധിച്ച് പശ്ചിമേഷ്യയിലെ അവരുടെ അപ്രമാദത്തിന്റെ അവസാനത്തിന്റെ തുടക്കം കൂടിയാണത്. ഈ നഗ്നമായ സത്യമാണ് ട്രംപ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇതൊരു വൻ നയതന്ത്ര പരാജയമാണെങ്കിലും അമേരിക്ക അത് പുറത്ത് സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ടാണ് സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ഈ സഖ്യത്തിന് അഭിനന്ദനങ്ങളുമായി വന്നത്. മിഡിൽ ഈസ്റ്റ് എങ്ങനെ ഒന്നിച്ചു വരുന്നുവെന്നും രാജ്യങ്ങൾക്ക് എങ്ങനെ അർത്ഥവത്തായി സ്വയം പ്രതിരോധിക്കാൻ കഴിയുമെന്നും ഒക്കെ ഇത് കാണിക്കുന്നുണ്ട് എന്നാണ് ട്രംപിന്റെ പോസ്റ്റ്. അമേരിക്കയെ സഖ്യത്തിൽ നിന്ന് പുറത്താക്കിയതിനെ രാജ്യങ്ങൾ സ്വയം പര്യാപ്തത നേടുന്നുവെന്ന് വ്യാഖ്യാനിച്ച് മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് ട്രംപ്. തങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു സഖ്യത്തെ നോക്കി ഇതൊരു ധീരമായ കാൽവെപ്പാണെന്ന് പറയേണ്ടി വരുന്ന ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകം മാറുകയാണ്. അമേരിക്കൻ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം ചലിച്ചിരുന്ന പശ്ചിമേഷ്യ ഇപ്പോൾ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അമേരിക്കൻ മേധാവിത്വത്തിൽ നിന്ന് മാറി ലോകം ഒരു മൾട്ടിപോളാർ വ്യവസ്ഥയിലേക്ക് അതിവേഗം മാറിക്കൊണ്ടിരിക്കുമ്പോൾ തോൽവി മറച്ചുവെച്ച് ഇത്തരം നാടകങ്ങൾ കളിക്കാൻ മാത്രമേ ഇനി വാഷിംഗ്ടണിന് കഴിയൂ.